ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സദാശിവൻ. ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ആദ്യമേ തന്നെ ഞാനൊരു 10 വീഡിയോ ബേസിക് സേഫ്റ്റി അവയർനെസ്, സേഫ്റ്റി എല്ലാവർക്കും ആവശ്യമാണ്, സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 വീഡിയോ ഞാൻ സേഫ്റ്റിയെ പറ്റി വിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബേസിക് ഫയർ അവയർനെസ് അല്ലെങ്കിൽ ഫയർ സേഫ്റ്റിയെ പറ്റി ഇപ്പോൾ ഞാൻ 18 വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ, പല ഫയർ സേഫ്റ്റിയെ സംബന്ധമായിട്ട്. അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ വീഡിയോ ആണ് ഞാൻ വരാൻ പോണത്. അത് ഫയർ വാർഡൻ 19ാമത്തെ വീഡിയോ ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. സേഫ്റ്റി എല്ലായിടത്തും ആവശ്യമാണ്. അതുപോലെ ഫയർ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വീഡിയോസും ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനിപ്പോൾ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ സാധാരണ മെത്തേഡ് അനുസരിച്ച് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഞാൻ പറഞ്ഞിരിക്കണത് എന്നതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ സംതിങ് എന്തെങ്കിലും ഒരു ഹാർംഫുള്ളായിട്ടുള്ള കാര്യമുണ്ടോ, ആ ഹാർംഫുള്ളായിട്ടുള്ള കാര്യം കൊണ്ട് എന്തുമാത്രം കോൺസിക്വൻസ് ആണ് പറയുന്നത്, എന്തെങ്കിലും സിവിയാരിറ്റി ആണ് പറയുന്നത്. ഇത് ജഡ്ജ് ചെയ്യണ മെത്തേഡാണ്. അപ്പോൾ ഫയർ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫയർ കൊണ്ട് എന്തുമാത്രം ഹാനികരം വരാം ഒരു ബിൽഡിങ്ങിലോ അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലോ. അപ്പോൾ അതിന് നമ്മൾ എന്തെല്ലാം ഒന്ന് അസസ് ചെയ്യുക. ഇതൊരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്. അത് പ്രൊഫഷണൽ ആയിട്ടുള്ളവർ പ്രത്യേകം ചെക്ക് ചെയ്യും. നമ്മൾ ഇതെല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്ന കാര്യമാണുള്ളത്. അതായത് സാധാരണക്കാർക്കൊക്കെ അവനവൻ്റെ ഏരിയയിൽ ഒരു ഫയർ റിസ്ക് അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലം സേഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യം, ഫയർ വരാനുള്ള ചാൻസസ് ഉണ്ടോ കാര്യം നമുക്കറിയാം. അതിന് ഞാനൊരു 4-5 സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. ആദ്യമേ തന്നെ ഐഡൻറ്റിഫൈ ഹസാർഡ്സ്, ഫയർ ഹസാർഡ്സ്. ഫയർ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ വരാനുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് നോക്കാം. ഇഗ്നീഷൻ സോഴ്സസ്, അതുപോലെ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ, ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്, ഇതെല്ലാം ഉണ്ടോ നോക്കാം. അത് കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൽ എത്ര പേരുണ്ട്, വന്നു കഴിഞ്ഞാൽ അത്ര പേർക്കാണ് ഹാർംഫുള്ളായിട്ട് വരാനുള്ള കാര്യങ്ങൾ. അവിടെ ഇപ്പോൾ എന്തെല്ലാം പ്രസൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് സഫീഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണോ? ഈ ഒരു ഫൈൻഡിങ് കണ്ട ശേഷം നമ്മളത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ സേഫ് ആയിരിക്കും. ഇത് എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പ് എടുക്കണം. മെത്തേഡാണ് ഈ ഫയർ റിസ്ക് അസസ്മെൻറ്റ്. അപ്പം ഞാൻ ഇനി കൂടുതലായിട്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ല. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിരിക്കണം. ഇനി അടുത്ത ഒരു ഇതാണ് ഫയർ വാർഡൻ. എന്താണ് ഈ ഫയർ വാർഡൻ? ഫയർ വാർഡൻ്റെ ജോബ് എന്താണ്? ഫയർ വാർഡൻ ആരാണ്? എങ്ങനെയാണ് ഫയർ വാർഡനെ സെലക്ട് ചെയ്തിരിക്കണേ? ഇത് ലീഗൽ റിക്വയർമെൻ്റ് ആണോ അതെയോ വെറുതെ നമ്മൾ ഒരാളെ വച്ചിരിക്കുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊരു ചെറിയ ഐഡിയ വേണം. അതായത് വലിയ ഹൈറൈസ് ബിൽഡിങ്ങിലും അതുപോലെ തന്നെ ഫാക്ടറികളിലും വെയർ ഹൗസിലും അതുപോലെ വർക്ക്ഷോപ്പുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ഒരു ഫയർ വരാതിരിക്കാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. അത് ആ ആൾക്കാണ് പറയുന്നത് ഫയർ വാർഡൻ. ഫയർ വാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സാധാരണക്കാരല്ല, ക്വാളിഫിക്കേഷനേക്കാളും കൂടുതൽ ഫയർ സേഫ്റ്റിയെ പറ്റി ഒരു നോളജ് വേണം, അതിനുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കണം. അതുകൂടാതെ തന്നെ അറ്റ്ലീസ്റ്റ് ഇൻ എമർജൻസി കണ്ടീഷൻ ഒരു ചെറിയ ഫയർ വരികയാണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്ത് ആ ഫയർ കിടത്തണേ എന്നുള്ളതിനെ പറ്റി ഒരു നോളജും വേണം. അപ്പോൾ ഇങ്ങനെ ബേസിക്കലായിട്ട് ട്രെയിൻ ചെയ്ത ഒരു പേഴ്സൺ അത് 24 hours അവിടെ ബിൽഡിങ്ങിൽ അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഫയർ സേഫ്റ്റി, വളരെ ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടി സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല സ്ഥലത്തും ഇതൊരു കമ്പൽസറി റിക്വയർമെൻ്റ് ആയിട്ടാണ് നോക്കിയിരുന്നത്. ചിലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫയർ വാർഡൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കി അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരെ നിയമിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം സാലറി കൊടുക്കേണ്ടി വരും. പക്ഷേ പല സ്ഥലത്തുകാർ കമ്പനിക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്യുപ്പൻസിന് അവിടെയുള്ള കുറച്ച് സെലക്റ്റഡ് പേഴ്സൺസ്, ചിലപ്പോൾ സെക്യൂരിറ്റിയോ അതല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കോ അതല്ലെങ്കിൽ വേറെ ഓഫീസേഴ്സിനോ ഇവർ കുറേ പേർക്ക് ഇതിനുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ട്രെയിനിങ് കൊടുത്ത് അവർ ഈ ഫയർ വരാതിരിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതോ കൊടുത്തിരിക്കും. അവർക്കൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി, പ്രസൻറ്റ് ജോബിനേക്കാളും നിന്നൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവനവൻ്റെ പെർമിസിൽ വേണ്ട രീതിയിൽ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഫയറിനെ വരാതിരിക്കാനുള്ള സ്റ്റെപ്പുകൾ അവർക്ക് എടുക്കാം. ഇനി എന്താണ് ഇതിൻ്റെ ഡ്യൂട്ടീസ്? ഫയർ വാർഡൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫയർ അലാറം വന്നു എന്ന് വിചാരിക്കും, ഒരു 10 നിലയോ 12 നിലയോ ഒരു ബിൽഡിങ്ങിൽ. അപ്പോൾ ഫയർ വാർഡൻ ആദ്യമേ തന്നെ ചെന്ന് നോക്കണം
അതൊരു റിയൽ ഫയർ ആണോ അതൊരു ഫോഴ്സ് അലാറാണോ? പല പ്രാവശ്യം ചിലപ്പോൾ ഫോഴ്സ് അലാറായിരിക്കും, അത് ചിലപ്പോൾ റിയൽ ഫയർ ആയിരിക്കും. എന്തോന്നായാലും ആദ്യമേ തന്നെ ഇമ്മീഡിയറ്റ് അടുത്ത സ്റ്റെപ്പ് എടുക്കണം. ഇപ്പോൾ ഫോഴ്സ് അലാറാണെന്ന് വെച്ചാൽ പേടിക്കേണ്ടാവുന്ന റീസെറ്റ് കൊടുത്തേച്ചാൽ മതി. അത് റിയൽ ഫയർ ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ മെയിൻ ഓട്ടറും കൂടി ഷൗട്ട് ചെയ്ത് വെച്ച് ഒരു അലാറം കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ് വന്നും അവരൊക്കെ വേണ്ട രീതിയിൽ നമ്മളെ ഇവാക്യൂറ്റ് ചെയ്യണം. അവരുടെ ലൈഫ് സേഫ്റ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനും അവരെ സേഫായിട്ട് വേണ്ട രീതിയിൽ ഇവാക്യൂറ്റ് ചെയ്യിക്കുക. ഇവാക്യൂറ്റ് ചെയ്യുന്ന റൂട്ട് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവാക്യൂറ്റ് റൂട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഒന്നും പാടില്ല. ഇതൊക്കെ നേരത്തെ നോക്കി വെച്ചിരിക്കണം. അതുപോലെ എക്സിറ്റ് ക്ലിയർ ആയിരിക്കണം. അവരെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലാണെന്ന് വെച്ചാൽ ഇവാക്യൂറ്റിൻ്റെ സമയത്ത് ഒരു കാരണവശാലും ലിഫ്റ്റ് ഉപയോഗിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലിഫ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫായി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ട്രാപ്പ് ചെയ്യും. അതുപോലെ തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ഒരു കാരണവശാലും ഫയർ വരുമ്പോൾ ചിലർ വിവരമില്ലെങ്കിൽ മുകളിലേക്ക് പോകും. അവരെ അതിനനുവദിക്കരുത്. അവർ വേണ്ട രീതിയിൽ ഇവാക്യൂറ്റ് ചെയ്യിക്കുക. അതിലിപ്പോൾ സ്പെഷ്യൽ കെയർ നമ്മൾ ഇപ്പം ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക്, ഒന്ന് ഓൾഡ് ഏജ്, അതല്ലെങ്കിൽ ചിൽഡ്രൻസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൻസ്, ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് അവരെ ഇത് ചെയ്യാനുള്ള വീൽ ചെയറോ അങ്ങനെയുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതും അറേഞ്ച് ചെയ്യാം. പിന്നെ ഫയർ വാർഡനായിട്ട് അംഗീകരിക്കപ്പെടാൻ വേണ്ടി ഒരു ഫ്ലാഷ് ലൈറ്റ് വേണം. അതുപോലെ തന്നെ ഒരു പ്രത്യേക ജാക്കറ്റ് വേണം ഫയർ വാർഡൻ്റെ. ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒക്കെ ഇത് എമിറ്റ് ചെയ്യണ ജാക്കറ്റ്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹൂട്ടർ, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെസ്പെക്റ്റീവ് ഓഫ് എനി റാങ്ക് ഫയർ വാർഡൻ്റെ ഇൻസ്ട്രക്ഷൻ പാലിക്കണം എന്നുള്ള നിർബന്ധമാക്കിയേക്കാണ് പലരും. അപ്പോൾ ഇങ്ങനെ അവരെ സേഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തന്നെ സപ്പോസ് ഫയർ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അറ്റാക്ക് ചെയ്യുക. ഒരു കാരണവശാലും നമ്മളതിൽ ട്രാപ്പ് ആവുന്നതെന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. നമ്മുടെ ലൈഫ് സേഫ്റ്റി ആയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആൾക്കാരെ മറ്റേ ഫയർ ബ്രിഗേഡോ അല്ലെങ്കിൽ ഫയർ റെസ്ക്യൂ സർവീസിനോട് ഇൻഫോം ചെയ്യുക. അവർ വന്ന് അവർ സേഫാണെന്ന് നോക്കി സേഫാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ അവരെ തിരിച്ചു വിടാമുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റ് ജനറലായിട്ട് എമർജൻസി ഇവാക്യുവേഷൻ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ്. അത് കഴിഞ്ഞ് വെച്ചോ ഈ ഫയർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, ഫയർ ഫോഴ്സ് റീലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫയർ എക്സിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫയർ റൂട്ട് ഉണ്ട്, ഫയർ എസ്കേപ്പ് റൂട്ട്. ഇതൊക്കെ കറക്റ്റാണ്. അതായത് എസ്കേപ്പ് റൂട്ടിൻ്റെ മുമ്പിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള സംഗതികൾ ഇരിക്കണ്ടോ, ഇതൊക്കെ ഒരു പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. അതുപോലെ ഫയർ അലാറം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഈ ഫയർ അലാറം ഒന്ന് സൗണ്ട് ചെയ്ത് നോക്കണം, ഇത് വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ ഉള്ള കാര്യം. അവർ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആക്ച്വലി അത് റെഗുലർലി ഇൻസ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകമായിട്ടുള്ള അതിൽ ടാഗൊക്കെ ഉണ്ടോ. ആക്ച്വലി എക്സ്റ്റേണൽ ഏജൻസിയാണ് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിൽ ടാഗ് വെക്കേണ്ടത്. അത് വർക്കിംഗ് കണ്ടീഷനാണോ, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ഈ ഉള്ള സ്ഥലത്ത് നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ടിട്ട് തിരിച്ചു വച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ ഒരു പീരിയോഡിക് ഇൻസ്പെക്ഷൻ ആയിട്ടാണ് ഇരിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ റെഗുലർലിയോ ഒരു പീരിയോഡ് നിശ്ചയിച്ചു. അപ്പോൾ ഈ ഫയറിന് വേണ്ടിയിട്ടുള്ള സംഘടന ഇത് ഇരിക്കുക. മാത്രമല്ല ഈ ഫയർ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് ലൈനിലുള്ള ഏറ്റവും ആദ്യത്തെ ആളാണ് ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് കാരണം ആൾക്കാർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. അവനും ട്രെയിനിങ് ആദ്യമേ തന്നെ വാങ്ങുക, എന്ത് കിട്ടും. അത് കഴിഞ്ഞ് വെച്ച് പീരിയോഡിക്കലി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതുകൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഫയർ റിസ്ക് അസസ്മെൻറ്റിൻ്റെ കൂടെ ഫയർ ഡ്രില്ല് കണ്ടക്ട് ചെയ്യിക്കുക. ഫയർ ഡ്രില്ല് കണ്ടക്ട് ചെയ്യുമ്പോഴും അതിന് ഫയർ വാർഡൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ പെർമിസസിൽ എത്ര ആൾക്കാരുണ്ട് അതിൻ്റെ പറ്റിയൊക്കെ നോളജ് ഉണ്ടായിരിക്കണം. അവരെല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ടോ, അവരാരെങ്കിലും പിന്നീട് ട്രാപ്പ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഫയർ വാർഡൻ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല അവിടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. അതല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ തന്നെ അവിടെ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തേച്ച് ഫയർ വാർഡൻ ആയിട്ട് കൺസിഡർ ചെയ്തേക്ക്. വലിയ ബിൽഡിങ്ങിലും ഓഫീസിലും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാള് ഇതുപോലുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സേഫ്റ്റി, അതായത് ഇപ്പോൾ നമ്മൾ എന്തോരം നിയമം ഉണ്ടാക്കിയാലും ആരെങ്കിലും ഒരാൾ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രം ആൾക്കാർക്കൊക്കെ അത് വേണ്ട രീതിയിൽ പാലിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അത് ആരെങ്കിലും ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു നമ്മൾ പാലിക്കാനുള്ളൊരു ഇത് നമ്മുടെ മെൻറ്റാലിറ്റി വരും. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഫയർ വാർഡൻ.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിച്ചു. ഫയർ വാർഡൻ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ പെയ്ഡ് പോസ്റ്റ് ആയിരിക്കും പ്രത്യേകമായിട്ട്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യണതിൻ്റെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫയർ വാർഡൻ കൂടി ഉണ്ടെങ്കിൽ ഫയർ സേഫ്റ്റിയുടെ ഫ്രണ്ട് ലൈനായിട്ടുള്ളൊരു പേഴ്സണാണ്. അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടും, പർട്ടിക്കുലർലി ഹൈ റൈസ് ബിൽഡിങ്ങിലും ഇതുപോലെയുള്ള ഷോപ്പ് മാളിലൊക്കെ. ഇനി ഞാൻ ഇന്ന് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് നീട്ടണില്ല. ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം നിർത്തട്ടെ. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരാം നിങ്ങളോട് വേറൊരു പുതിയ വീഡിയോവുമായിട്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി പ്രയോജനമാക്കാൻ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ്ലി ഞാനിതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും ഒരു ഹാപ്പി, സേഫ്റ്റി ആൻഡ് ഹെൽത്തി ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, അതിനെ പറ്റി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ ബൈ.